പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും. എന്തിനാണ് അല്ലാഹു തആല ഖുർആനിൽ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഒക്കെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആ സ്വർഗത്തിലേക്ക് നാം താല്പര്യമുള്ളവരാവുകയും അത് മുഖേന സ്വർഗത്തിലെത്താൻ ഉതകുന്ന വിധത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും, നരകത്തെ പേടിക്കുകയും ആ നരകത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യാനാണ്. എന്നിട്ട് പോലും ഹതഭാഗ്യരായ ഒരു വിഭാഗത്തെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? വനുഖവ്വിഫുഹും ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറാ. അവരെ നാം നന്നായി പേടിപ്പിക്കുന്നുണ്ട്. നരകമുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാൽ അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങും, അത് നിങ്ങൾ എവിടെയാണെങ്കിൽ പോലും അവിടെ അല്ലാഹുവിൻ്റെ അദാബ് നിങ്ങളെ പിടികൂടും എന്നെല്ലാം അവരെ നാം പേടിപ്പിക്കുന്നുവെങ്കിലും ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറാ. അതൊന്നും അവരിൽ യേശൂലാന്ന് മാത്രമല്ല, അവർ വീണ്ടും അക്രമമാണ് വർദ്ധിപ്പിക്കുന്നത്, അവർ വീണ്ടും തെറ്റുകളാണ് ചെയ്യുന്നത്. അതൊന്നും അവരുടെ ഖൽബിൽ ഒരു മാറ്റമുണ്ടാകാൻ അത് നിമിത്തമാകുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയും, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് തന്നെ അവരുടെ അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൻ്റെയും ഇടയിൽ അല്ലാഹു തആല പറയുന്നത് അവർക്കിടയിൽ ഒരു മൂടി വെച്ചു എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നബിയെ, തങ്ങൾ അവരോട് ഖുർആൻ ഓതിക്കൊടുത്താലും പരലോകത്തിൽ വിശ്വാസമില്ലാത്ത അവർ, ആഖിറമാകുന്ന ലോകം, ആ ലോകത്ത് വിശ്വാസമില്ലാത്ത അവർക്കിടയിലും നബിയെ തങ്ങൾക്കിടയിലും ഹിജാബം മസ്തൂറാ, ഒരു മറ നാം ഇട്ടിരിക്കുകയാണ്. ആ മറ ഉള്ളതുകൊണ്ട് അവരോട് തങ്ങൾ എത്ര കണ്ട് ഖുർആൻ ഓതിക്കൊടുത്താലും അവരുടെ ഖൽബിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ല. വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂ വഫീ ആദാനിഹിം വഖറാ. അവരുടെ ഹൃദയങ്ങളിൽ നാം ഒരു മൂടി വെച്ചു എന്ന് ഖുർആനിൽ അല്ലാഹു പറയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ അവരോട് എത്ര കണ്ട് ഖുർആൻ ഓതിക്കൊടുത്താലും അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ഹതഭാഗ്യരെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അവൻ്റെ അവസാന നിമിഷം അതൊന്ന് നന്നായി കിട്ടണം എന്നതാണ്. അതാണ് നമ്മുടെ ആദ്യന്ത്യ ലക്ഷ്യം. അവസാനത്തെ പ്രവർത്തനം, ഈ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ സമയത്തുള്ള പ്രവർത്തനം, അതൊരു നല്ല പ്രവർത്തനമായിരിക്കണം. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, മനുഷ്യ, നീ അങ്ങ് മരണപ്പെട്ടാൽ നീ മനസ്സിലാക്കേണ്ട കാര്യം, നിന്റെ ഖിയാമത്ത് നാള് അവിടുന്ന് അങ്ങ് തുടങ്ങി എന്നാണ്. ഏതൊരാളുടെ മരണത്തോടുകൂടെ അവരുടെ അന്ത്യം അവിടുന്ന് അങ്ങ് തുടങ്ങാണ്, ഖിയാമത്ത് അവിടുന്ന് അങ്ങ് തുടങ്ങാണ്. കാരണം ഏതൊരു മനുഷ്യനും മരിക്കുമ്പോൾ
ഖിയാമത്തിന്റെ അനുഭവം നേരിടുകയാണ്. കാരണം നല്ലവനാണോ ആ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു തആല സ്വർഗം കാണിച്ചു കൊടുക്കും. ചീത്തയായവനാണോ അവന്റെ മുന്നിൽ അല്ലാഹു തആല നരകം കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഉള്ളതൊക്കെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. പക്ഷേ ആ സമയം സ്വർഗം കണ്ടതുകൊണ്ട് ഒരു നല്ലത് ചെയ്യാൻ അവർക്ക് കഴിയില്ല. നരകം കാണുമ്പോൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യന്റെയും അവന്റെ മരണത്തോടുകൂടെയാണ് അവന്റെ പ്രവർത്തനത്തിന്റെ മേലെ സീല് വെക്കുന്നത്. അതുകൊണ്ടാണ് അവനൊരു പുനർജന്മമുണ്ടാകുമ്പോൾ മരണത്തിന് ശേഷമുള്ള പുനർജന്മം, ആ പുനർജന്മമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവന് പുനർജന്മമുണ്ടാകുന്നത്? അലാമാ മാത അലൈഹി, എങ്ങനെയാണോ മരണപ്പെട്ടത് ആ കോലത്തിലാണ് അവന് പുനർജന്മം ഉണ്ടാകുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം മഹാന്മാർ പറയാണ് ഫതൂബാ ലിമൻ കാന ഖാതിമതുഹു ബിഖൈർ. അതുകൊണ്ട് തന്നെ അന്ത്യം ഒരു നല്ലതുകൊണ്ട് സംഭവിച്ചു എങ്കിൽ അവസാന നിമിഷം ഒരു നല്ലതുകൊണ്ട് സംഭവിക്കുകയാണ്. എന്നാൽ അവർക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഞങ്ങളെ നാട്ടിൽ നിന്നൊരാള് ഹജ്ജിന് പുറപ്പെടുകയാണ്. പക്ഷേ അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അയാള് ക്ലാരി ചെനക്കലിൽ നിന്ന് അയാളെ വീട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ കഴിഞ്ഞു. ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ അയാള് യാത്ര തുടങ്ങി. അതാ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ഹജ്ജ് ചെയ്യാനാണ്. പക്ഷേ അയാൾക്ക് ഹജ്ജിന് അവസരം കിട്ടിയില്ല. അയാൾ അതാ അവിടുന്ന് മരണപ്പെടുകയാണ്. എന്നാൽ അവരെ കുറിച്ച് ഇസ്ലാം എന്താണ് പറഞ്ഞത്? മഹാന്മാരെന്താണ് പറഞ്ഞത്? മഹാന്മാർ പറയുന്നത് കാണാം, ഹജ്ജ് ചെയ്തില്ലെങ്കിലും ഹജ്ജ് ചെയ്ത ഹാജിമാരുടെ പ്രതിഫലം അയാൾക്ക് അല്ലാഹു തആല എഴുതി കൊടുക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? അയാൾ ഹജ്ജിന് വേണ്ടി നേരത്തെ ഒരുങ്ങിയതാണ്. എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി പോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞത്, വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി. ഒരാള് അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ലത് ചെയ്യാൻ പുറപ്പെട്ടു. പക്ഷേ ചെയ്യാൻ അവസരം കിട്ടിയില്ല. സുമ്മ യുദ്രികുൽ മൗത്ത്, പിന്നെ മരണമാണ് അയാളെ പിടികൂടിയത്. എന്നാൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അയാളുടെ പ്രതിഫലം അല്ലാഹു തആല ഏറ്റെടുക്കുകയാണ്. അല്ലാഹു ആ മനുഷ്യന് അതിന്റെ പ്രതിഫലം നൽകുകയാണ് എന്ന ആയത്ത് വിശദീകരിച്ചെവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഹജ്ജിന് പോകാൻ ഇറങ്ങിയാൽ ആ ഹജ്ജിന് പോകുന്നതിന്റെ ഇടയിൽ അയാൾ മരണപ്പെട്ടാലും ഹജ്ജ് ചെയ്ത ഹാജിമാരുടെ പ്രതിഫലം അല്ലാഹു തആല അയാൾക്ക് നൽകുകയാണ്. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ അവസാനമാണ് തീരുമാനിക്കപ്പെടുന്നത്, ഇപ്പോഴത്തേതല്ല. അന്ത്യം അത് നന്നായിരിക്കണം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അതുകൊണ്ടാണ് അന്ത്യവിജയം എല്ലാവർക്കും ലഭിക്കില്ല. തോന്നിയതുപോലെ ജീവിച്ചവർക്കൊന്നും അവസാന വിജയം ലഭിക്കില്ല. അന്ത്യവിജയം ലഭിക്കുന്നത് ആർക്കാണ് എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അവസാനത്തെ വിജയം. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ സദസ്സിൽ മുതഅല്ലിമുകളുണ്ട്. ഇൽമു പഠിക്കുക എന്നത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്.
ഏറ്റവും മഹത്വമുള്ള കാര്യം, ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ധാരാളം പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇൽമു പഠിക്കലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, മരണത്തിന് മുമ്പ് ചെറിയ സമയമേ ഉള്ളൂ, ആ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ കുറെ സമ്പാദിക്കണം എൻ്റെ ഖബറിലേക്ക്, എൻ്റെ ആഖിറത്തേക്ക്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിസ്കരിക്കാനല്ല തങ്ങൾ അയാളോട് പറഞ്ഞത്, ഖുർആൻ ഓതാനെന്നല്ല പറഞ്ഞത്. അവനെന്താന്ന് അറിഞ്ഞറിയോ? തഅല്ലമിൽ ഇൽമ, നിങ്ങൾ ഇൽമു പഠിക്കൂ എന്ന് പറഞ്ഞു. ഇതിപ്പോ ഇൽമു പഠിക്കലാണ്. നമ്മൾ ഈ സദസ്സിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അള്ളാഹുവിന്റെ ദീനിയായ അറിവ് കേൾക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ആ 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഖബറിലേക്കും നമ്മുടെ ആഖിറത്തേക്കും നാം സമ്പാദിക്കുന്നത് വലിയ സമ്പാദ്യമാണ്. ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് സമ്പാദിക്കാൻ പറ്റിയത് ഖബറിലേക്കും മഹ്ശറിലേക്കും അത് അല്ലാഹുവിന്റെ ദീനിയായ അറിവ് അത് സ്വായത്തമാക്കുക, പഠിക്കുക എന്നതാണ്. അല്ലാഹു ആ വിധത്തിൽ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. വലിയ കാര്യമാണ് ഇൽമു പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ആ ഇൽമു പഠിക്കുന്നൊരു മുതഅല്ലിം പഠിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ടാൽ മഹാന്മാർ പറഞ്ഞു, അല്ലാഹു തആല ചില അടിമകൾക്ക് അവരുടെ ഖബറിൽ അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം. ആ അടിമ പോയി ഖബറിൽ കിടന്നാൽ ആ ഖബറിൽ കിടക്കുന്ന അല്ലാഹുവിൻ്റെ അടിമക്ക് അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കില്ല. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ചില ഇഷ്ടദാസന്മാർക്ക് മാത്രമാണ് ആ മലക്ക് ഈ അടിമയോടുകൂടെ ആ മലക്ക് ഉണ്ടാകും. ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ്? ഫയുഖ്രിഉൽ ഖുർആൻ വയുഅല്ലിമുഹു. ആ മലക്ക് ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. എന്തൊരു ഭാഗ്യമാണത്! ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് കൂടെ നിൽക്കുന്ന ഒരു മലക്കിങ്ങനെ ഖുർആൻ ഓതിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ലല്ലോ, അത് വലിയ ഭാഗ്യമാണ്. പോരാ, വയുഅല്ലിമുഹു, ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് കൂടെയുള്ള അല്ലാഹു തആല ഏൽപ്പിച്ച മലക്ക്, ആ മലക്ക് അവിടുന്ന് ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ്. എപ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത്? ഇൻകാന ഖദ് മാത അസ്നാ തഅല്ലുമി, ആ മനുഷ്യൻ ഇൽമു പഠിക്കുന്നതിന്റെ ഇടയിലാണ് മരണപ്പെടുന്നതെങ്കിൽ, ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഉദാഹരണം പറയാം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു, നോമ്പുകാരനായി മരണപ്പെട്ടു, അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടു, അതുപോലെ ഒരു ദിക്ർ മജ്ലിസിൽ വന്ന് മടങ്ങിപ്പോകുമ്പോൾ മരണപ്പെട്ടു, ദിക്ർ മജ്ലിസിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ മരണപ്പെട്ടു. ഇങ്ങനെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടാൽ ആ അടിമകളുടെ ഖബറിൽ അടിമയോടുകൂടെ അല്ലാഹു തആല ഒരു മലക്കിനെ പ്രത്യേകം നിശ്ചയിക്കുന്നു. എന്നാൽ ഇതിനൊന്നും അവസരം കാണാത്ത ആൾ, അയാൾക്ക് ഇങ്ങനെയൊരു ഭാഗ്യം ലഭിക്കില്ല. സുഹൃത്തുക്കളെ, ഏറ്റവും ചുരുങ്ങിയത് നല്ലത് ചെയ്യണമെന്നൊരു തോന്നലെങ്കിലും ഖൽബിലുണ്ടാകണ്ടേ. നല്ലത് ചെയ്യണം എന്നൊരു തോന്നലെങ്കിലും ഖൽബിലുണ്ടാകണ്ടേ. അത് വലിയ വിഷയമാണ്. നല്ലത് ചെയ്യലോ അത് വേറെ നല്ല കാര്യമാണ്. നല്ലത് ചെയ്യണമെന്നൊരു തോന്നലുണ്ടാകുന്നതോ
ആ തോന്നലുണ്ടാകുന്നതും അതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം. ആരാണ് ആ മഹാൻ? അംർ ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അഹദു മുലൂക്കി ഖുറാസാൻ. ഖുറാസാനിലെ ഭരണാധികാരികളിൽപ്പെട്ട ഒരാളാണ് അംർ ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ കേവലം ഒരു ഭരണാധികാരി മാത്രമല്ല, സ്വാലിഹീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. ആ മഹാനവരുകൾ വഫാത്തായതിനു ശേഷം മഹാനവരുകളുമായി ബന്ധമുള്ള ആളുകൾ മഹാനവരുകളെ സ്വപ്നത്തിൽ കണ്ടു. റുഇയ ഫിൻ നൗമി. സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഈ കണ്ടവർ മഹാനവരുകളോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, അല്ലാഹു നിങ്ങളെ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ഒരു യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നാൽ, പരിചയമില്ലാത്ത ഒരു നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ അവരോട് നമ്മൾ ആ നാട്ടിലത്തെ വർത്താനൊക്കെ ചോദിക്കൂലേ? ചോദിക്കും. എൻ്റെ ഉമ്മാക്കൊരു സ്വഭാവമുണ്ട്. അള്ളാഹു ഞങ്ങളെ ഉമ്മമാർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നിങ്ങളെന്താ ഒരു ആമീൻ വരാൻ ഉഷാറ് കുറവ്? അള്ളാഹു നിങ്ങളെ ഉമ്മമാർക്കും ഉപ്പമാർക്കോ ഞങ്ങളെ ഉപ്പമ്മമാർക്കും ഒക്കെ അള്ളാഹു അവരുടെ തണലിലായി നമുക്കും അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എവിടെ പോയി വന്നാലും ഉമ്മ ചോദിക്കും, ആരെങ്കിലും പരിചയക്കാരെ കണ്ടോ എന്ന് ചോദിക്കും, പരിചയക്കാർ കിട്ടിയണോ ചോദിക്കും. അല്ലെങ്കിൽ പുതിയ ഒരു നാട്ടിൽ പോയി വന്നാൽ അവിടുത്തെ വർത്താനം എന്താന്ന് ചോദിക്കും. നിങ്ങളെ മലപ്പുറത്തേക്കെല്ലാം വന്നാൽ അവരൊന്നും, നമ്മളിപ്പോൾ ഇങ്ങനെ വാതിൽ ഇങ്ങനെ വന്നു പോകുന്നല്ലാതെ അവരിങ്ങനെ ഒന്നും വരൂലല്ലോ. അവരിപ്പോൾ കർണാടകയിലെ മംഗലാപുരത്തല്ലേ. അപ്പോൾ ഉമ്മ ചോദിക്കും, എന്താ ഇപ്പോൾ അവിടുത്തെ വർത്താനം, എവിടെയാണ് വാതെന്ന് ചോദിക്കും. ഇപ്പോൾ വാത് കഴിഞ്ഞ് തിരിച്ചു പോയാൽ, അല്ലെങ്കിൽ വാത് കഴിഞ്ഞ് ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ ചോദിക്കും, എവിടെയായിരുന്നു വാത്. ഇപ്പം മലപ്പുറത്ത് ക്ലാരി ചെനക്കല്ലാണ് വാത്. നാട്ടുകാരൊക്കെ എങ്ങനെയാണ്, നാടൊക്കെ എങ്ങനെയാണ്. ചിലപ്പോൾ എന്നോട് പറയും ചെയ്യും, നീ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാണ്, എന്നെ ഒന്നും കൊണ്ടുപോകില്ല എവിടേക്കും എന്ന് പറയും. കൊണ്ടുപോകേണ്ട അടുത്തേക്കെല്ലാം കൊണ്ടുപോകും, എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതിങ്ങനെ അവർക്ക് ഇങ്ങനെ പറയാണ്. പാവം, നമുക്കൊക്കെ എല്ലാവർക്കും അവരവരെ ഉമ്മമാരുടെയും ഉപ്പമാരുടെ ദുആയാണ് എല്ലാവർക്കും. അവരുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യമൊക്കെ അതുമാത്രമാണ്. അപ്പോ ഇതിപ്പോ ആരെക്കുറിച്ചാ? മരിച്ച ഒരാളെ സ്വപ്നം കണ്ടപ്പോ. അപ്പൊ ഇവരേതായാലും ചോദിക്കൂലേ, എന്താ ഇപ്പൊ നിങ്ങളെ ഹാല്? മൗലവിമാരൊക്കെ ആഖിറോ ഖബറോ എന്നെല്ലാം പറഞ്ഞ് കുറെ പേടിപ്പിക്കുകയാണ്. നിങ്ങളെ കഥ എന്താ, അവിടുത്തെ കാര്യം എന്ന് അംർ ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് സ്വപ്നം കണ്ട കൂട്ടുകാരിങ്ങനെ ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, ഗഫറല്ലാഹു ലീ, അല്ലാഹു തആല എനിക്ക് പുറത്തു തന്നു, എൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല എനിക്ക് മാപ്പ് ചെയ്തു. ഉടനെ ഈ സ്വപ്നം കണ്ട കൂട്ടുകാര് ചോദിച്ചു, ബിമാദാ, അല്ല അംർ ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു, എന്തുകൊണ്ടാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളെ പാപങ്ങളെല്ലാം പുറത്തു തന്നത്? നിങ്ങൾ ചെയ്ത ഏത് നന്മയുടെ അടിസ്ഥാനത്തിലാണ്? മഹാനവരുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഞാനൊരിക്കൽ സ്വഇത്തു ദിർവത ജബലിൻ, ഞാനൊരു കുന്നുമ്മൽ കയറി, ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഞാനൊരിക്കൽ കയറിയിരുന്നു. അങ്ങനെ ഞാൻ കയറിയപ്പോൾ എൻ്റെ ജീവിതകാലത്ത് ഞാനതാ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയപ്പോൾ ഫഅസ്റഫ്തു അലാ ജുനൂദി, ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട്, കുന്നുമ്മല നിന്നുകൊണ്ട് ഞാൻ താഴോട്ടു നോക്കിയപ്പോൾ എൻ്റെ സൈന്യം അവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഫഅജബത്നി കസ്റതുഹും, എൻ്റെ സൈന്യത്തിന്റെ ആധിക്യം കണ്ടപ്പോൾ എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. എനിക്ക് ഇത്രയും വലിയ സൈന്യമുണ്ടോ? അതങ്ങ് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കുന്നുമ്മലാണുള്ളത്, പർവ്വതത്തിന്റെ മുകളിലാണുള്ളത്. അവിടുന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ഒരാഗ്രഹം. ആ ആഗ്രഹം കൊണ്ടാണ് ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ
ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നിൽക്കുന്ന എന്റെ സൈന്യത്തെ കണ്ട് ഞാൻ അവിടുന്ന് ഖൽബ് കൊണ്ട് അന്ന് ആഗ്രഹിച്ചു പോയതാണ്. ആ എന്റെ ആഗ്രഹം കൊണ്ടാണ് അല്ലാഹു തആല എന്റെ പാപങ്ങളെല്ലാം അല്ലാഹു എനിക്ക് പുറത്തു തന്നത്. എന്താണ് താഴോട്ട് നിൽക്കുന്ന എന്റെ സൈന്യത്തെ കണ്ട് ഞാൻ ആഗ്രഹിച്ചത്? ഫതമന്നൈതു അന്നി ഹളർതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടുന്ന് ആഗ്രഹിച്ചു, ഞാനെങ്കാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ആളായിരുന്നെങ്കിൽ. അങ്ങനെ ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ അന്നെങ്കാലും ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ നസ്വർതുഹു, എന്റെ ഈ സൈന്യം കൊണ്ട് ഞാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനങ്ങ് സഹായിക്കുമായിരുന്നു എന്ന് ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാനങ്ങ് ആഗ്രഹിച്ചു പോയിരുന്നു. ആ ആഗ്രഹിച്ചതുകൊണ്ട് ശക്കറല്ലാഹു ലീ ദാലിക, അല്ലാഹു അതിന് പകരം എനിക്ക് തിരിച്ചിങ്ങോട്ട് നന്ദി കാണിച്ചതാണ്. വഗഫറലീ, ആ അല്ലാഹു എനിക്ക് പുറത്തു തന്നു. നോക്കൂ നിങ്ങൾ, മഹാനവരുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തത് എന്തുകൊണ്ടാണ്? മഹാനവരുകളുടെ ഖൽബിലുണ്ടായ ഒരാഗ്രഹം കൊണ്ടാണ്. ഒരൊറ്റ ആഗ്രഹം ചെയ്തതല്ല, ആഗ്രഹിച്ചത് കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുത്തു. വലിയൊരു പള്ളിയാണ്. ആ പള്ളി ആരാ ഉണ്ടാക്കിയത്? അത് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു ആചാരം ഉണ്ടാക്കിയതാ ആണാ. അപ്പൊ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, അല്ലാഹ് എനിക്കെങ്കാലും സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതുപോലത്തൊരു പള്ളി ഞാൻ ഉണ്ടാക്കുമായിരുന്നു. കണ്ട, ചിലപ്പോ ആ ഒരാഗ്രഹം മതി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അല്ലാഹു തആല പുറത്തു തരാം. പിന്നീട് അയാളെ കയ്യിൽ പൈസയായി. അപ്പൊ നാട്ടുകാരെല്ലാരും പോയിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങളന്ന് ആഗ്രഹിച്ചതായിരുന്നല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരു പള്ളി ഉണ്ടാക്കിയായിരുന്നു. എന്നാ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പള്ളിന്റെ ആവശ്യമുണ്ട്, ഇപ്പൊ നിങ്ങളെ കയ്യിലൊക്കെ പൈസ ഉണ്ടല്ലോ, എന്നാ പിന്നെ പള്ളി ഉണ്ടാക്കി തന്നുകൂടെ? അപ്പൊ അയാൾ പറഞ്ഞു, ആഗ്രഹം അന്നായിരുന്നു, ഇന്ന് ആഗ്രഹം മാറിക്കണമെന്ന് അറിയും. എന്നാ ശരിയാവൂല. പൈസ ഇല്ലാത്ത സമയത്ത് ആഗ്രഹിക്കാൻ എളുപ്പമാണ്, പിന്നീട് പൈസ ഉണ്ടായാലോ അത് നടത്തി കൊടുക്കും വേണം, അപ്പോഴാതുണ്ടാവുക. പക്ഷേ അയാൾ പറഞ്ഞു ആഗ്രഹം അത് അന്നായിരുന്നു, ഇന്നിപ്പോ ആഗ്രഹം അങ്ങ് പോയി, അത് പറ്റൂല. അപ്പൊ അന്ന് ആഗ്രഹിച്ചത് നല്ല യഥാർത്ഥ ആഗ്രഹം അല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അംർ ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് താഴോട്ട് നിൽക്കുന്ന സൈന്യത്തിലേക്ക് നോക്കിയപ്പോ അത്രയും വലിയ സൈന്യം കണ്ടപ്പോ മഹാനവരുകൾ ആഗ്രഹിച്ചതാണ്, ഞാനെങ്കാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്റെ സൈന്യം മുഖേന ഞാൻ തങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, സഹായിക്കുമായിരുന്നു. ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് അല്ലാഹു തആല മഹാനവരുകൾക്ക് പുറത്തു കൊടുത്തത് എന്ന് ചരിത്രത്തിൽ കാണാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നല്ലത് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ വേണം, നല്ലത് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ വേണം. ഔലിയാക്കളെ ഓർക്കുന്ന സദസ്സല്ലേ ഇത്? മഹാന്മാരൊക്കെ അങ്ങനെയാണ്, എപ്പോഴും നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നവരാണ്.